പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു കുഞ്ഞൊരു തൊഴിലിനെയാണ്. കുഞ്ഞല്ല, പണ്ടത്തെ കാലത്ത് ഇത് വലിയൊരു തൊഴിലായിരുന്നു. ഇവിടെ ഉള്ള ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നു. വേറെ പിന്നെ കടലിൽ പോവുക, ഇത് രണ്ടുമായിരുന്നു ഇവിടുത്തെ മെയിൻ വരുമാന മാർഗം. ഒട്ടുമിക്ക ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും അന്നത്തെ കാലത്ത് ഈ കയറുപിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വർഷം കഴിയുന്തോറും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞ് വന്ന് പിന്നെ ഇത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ജോലിയാണ്. പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാണ്. അപ്പോൾ പിന്നെ അത് തന്നെ നമ്മളെ കൊണ്ടൊന്നും താങ്ങിട്ടില്ല. പക്ഷേ നമ്മുടെ കുറച്ച് സാഹചര്യം കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് ഇത് നിർത്തി. ഇതല്ല, ഈ നാട്ടിൽ ഇപ്പം ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം. അപ്പോൾ ഇപ്പോൾ അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ ചകിരി ഇതാക്കിയിട്ട് അതിൻ്റെ ഇത് ഉരിച്ചിട്ട് പോയി പൊടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം അത് പൊടിക്കാനുള്ള ഒരു പ്രോസസ്സ് ഇപ്പം ഇല്ല. അത് ആ ഒരു ഇത് തീയൊക്കെ കത്തി അത് നശിച്ചു പോയത് കാരണം ഇപ്പം അതും നമ്മൾ തന്നെ അമ്മമ്മ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടും ചെയ്യണം. ചകിരി ഉരുക്കുകയും വേണം, ഈ ഇതടിക്കുകയും വേണം, എങ്കിലേ അത് തുമ്പാകത്തുള്ളൂ. തൊണ്ട് തല്ലി ചകിരിയാക്കുന്നത് അത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. നല്ല ആയാസപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിവിടെ കൊണ്ടുവന്ന് പിന്നെ അതൊന്നും എനിക്ക് കുറിച്ച് അറിയില്ല. ഞാൻ അത് അമ്മമ്മ പറഞ്ഞു. ഇപ്പം അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തൊണ്ടെന്ന് പറയുന്നത് തേങ്ങയുടെ തൊണ്ടാണ്. അത് ഈ കോക്കനട്ട് എന്നാണ് പറയുന്നത്. അതിനെ വെള്ളത്തിലിട്ട് ഊറി ഒരു വർഷത്തെ കാലാവധിയായി കരയ്ക്കെടുത്ത് അത് തൊണ്ട് തല്ലുന്ന മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീനിൽ കൊടുത്ത് പൊടിപ്പിക്കുമായിരുന്നു. അത് മുൻപ് ഈ മെഷീൻ ഇല്ലായിരുന്നപ്പോൾ കൈക്കടിച്ച് കയറിട്ട്. ഇപ്പോൾ ആ മെഷീൻ തകർന്നു പോയതിന് ശേഷം പിന്നെയും കൈക്കടിച്ച് കളയാണ്. അത് എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ മേഖലയിൽ 10,000 വീടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് പറ. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യണം. ഇവിടെ കൊണ്ട് അതിനെ തല്ലിയെടുത്ത് കൊട്ടുമുടിക്ക് തല്ലി അതിനെ പിന്നിയെടുത്ത് കമ്പ് കൊണ്ട് അടിച്ച് നുറുക്കി അതിനെ തെളിപ്പിച്ച് റാട്ടിൽ വെച്ച് കയറാക്കി അതിന് വിട്ടെടുത്താൽ മാത്രമേ ഇത് കയറാവുള്ളൂ. അത് കഴിഞ്ഞ് ഇതിനി കെട്ടണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ കെട്ടി ഈ ഏതെങ്കിലും കച്ചവടക്കാർ വരുന്നവർക്ക് കൊടുക്കണം. അത്ര പാടുകൊണ്ട് അതിന്റെ പേരിലാണ് ഇപ്പൊ ആർക്കും ഇത് ചെയ്യാൻ പറ്റാത്തത്. ആരും ഇപ്പൊ എടുക്കാനും ഇല്ല. ഇപ്പൊ റോപ്പ് കയറൊക്കെ വന്നതിന് ശേഷം റോപ്പ് കയറുകൾ വന്നതിന് ശേഷം ഈ പ്രവർത്തനം അങ്ങ് സ്തംഭിച്ചു. ആലപ്പുഴ ഈ കയർ സംഘങ്ങളിലൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്നും വിട്ട് ഞാനൊരു സംഘത്തിൻ്റെ വാഴവിള സംഘത്തിൻ്റെ ഒരു തൊണ്ടുവപ്പനായിരുന്നു. 10,000 ആളിൻ്റെ പണിയായിട്ടാണ് ഞാൻ കഴിഞ്ഞത്. ഇന്ന് തന്നെ അതെല്ലാം തുലഞ്ഞു പോയി. ഇപ്പോൾ 10-20ഓളം തിരുവല്ലം പാച്ചൂരിനകത്ത് വെച്ച് 10-20ഓളം സൊസൈറ്റി ഉണ്ടായിരുന്നു. എല്ലാ സൊസൈറ്റിയും തുലഞ്ഞു. പിന്നെ ഇതിപ്പോഴും ചെയ്യുന്നവരുണ്ട്. ആ തുമ്പ് വെച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതല്ലാതെ അത് നമ്മൾ ഇങ്ങോട്ട് ചെയ്യത്തില്ല. ഞാൻ കണ്ടതാണ് ഒരാൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് ഇതാക്കിയാൽ മതി കൈൻ്റെ ഇതിൽ. അങ്ങനെ ഇപ്പോൾ ഈ റോപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇതിനൊക്കെ നല്ല ഇടിവുണ്ട്. ഒരു സമയത്ത് നല്ല മാർക്കറ്റിംഗ് ഉണ്ടായിരുന്ന സാധനമാണിത്. എന്നുവെച്ചാൽ അത്ര ജോലിയുണ്ട് ഇതിന്. നമ്മൾ കാണുമ്പം ഇത് എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് ചെയ്യുന്നതിന് ഒരുപാട് പണികളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇതില് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് എനിക്ക് വിട്ടുപോയി പറയാം. ഇതിൽ കയറ് മെത്തമുണ്ട്, കയറ് ചവിട്ട് പടികളിൽ ഇടുന്ന കയറിൻ്റെ മെത്തമുണ്ട്, ചവിട്ട് മെത്തമുണ്ട്, കിടക്കാനുള്ള മെത്തമുണ്ട്. പോയിട്ട് ഈ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നതിന് ഉള്ള അതിൻ്റെ സംവിധാനമുള്ളത്. ഇതൊക്കെ ഞാൻ ആലപ്പുഴ പോയി കണ്ടതാണ്. ഇതെല്ലാം അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്.
അതായത് അങ്ങോട്ടാണ് കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ പ്രദേശത്ത് ഇവിടുത്തെ ഒരു വലിയൊരു ഇതെന്ന് പറയുന്നത് തന്നെ കയർ മേഖലയായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു ഇവിടെ അറിയപ്പെടുന്നത് എന്നായിരുന്നു. ഇത് രണ്ടുമായിരുന്നു, ഈ കയറിൻ്റെ ഇതും പിന്നെ അതുപോലെ തന്നെ അത് കടലിൽ പോയി അതായിരുന്നു ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം. അപ്പം ഓരോരുത്തർ അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി ഓരോരുത്തരായിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർ ഈ ജനിച്ച നാൾ മുതലേ ഇത് ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ ജോലി അല്ലാതെ വേറെ ജോലി പറ്റുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കൂട്ടുകാരെ, ഇതൊരു വിവരണം പോലെ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ഒരു കുഞ്ഞൊരു കാര്യം, ഇന്നൊരു കാര്യമല്ല, അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. വീഡിയോ ആണിത്. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ട് ഇനി ഇടുന്ന വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക. ബൈ.